പറശ്ശിനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് കോഴിക്കോട് കണ്ണാടിക്കൽ കൂറ്റഞ്ചേരി ശിവക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം കാണാനായിട്ടാണ്. എല്ലാ വർഷവും നമ്മളിവിടെ എത്താറുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾ ഡിസംബർ 31 വരെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇവിടെ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് 30-ാം തീയതിയാണ്. ഇന്നിവിടെ താലപ്പൊലി അതുപോലെ സ്റ്റേജിൽ പരിപാടികളൊക്കെ അരങ്ങേറുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇവിടുത്തെ സ്റ്റേജിൽ പരിപാടി നടക്കുന്നുണ്ട്, കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറേ അധികം ആളുകൾ ഇവിടെ പരിപാടി കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളും ഇതുപോലെ അത്യാവശ്യം തിരക്ക് തന്നെ ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ചുറ്റുഭാഗത്തും നല്ല മതിലുകളിലൊക്കെ നല്ല ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ റോഡുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. കണ്ണാടിക്കൽ ചന്ത എന്ന് പറഞ്ഞാൽ വളരെ പേര് കേട്ട ഒരു സംഭവമാണ്. പണ്ട് കാലം മുതൽക്കേ ഇത്രയും ഉത്സവം നടക്കുന്ന ദിവസം ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഐറ്റംസുകളും ഇവിടെ വിൽപ്പനയ്ക്ക് ഉണ്ടാകാറുണ്ട്. അതായത് ഈ ഒരു ക്ഷേത്രം മുതൽ നമ്മുടെ കണ്ണാടിക്കൽ അങ്ങാടി ടൗൺ വരെ ഇവിടെ ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും പലതരത്തിലുള്ള കടകളും സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് ആളുകളാണ്, നാനാ മതത്തിൽപ്പെട്ട ആളുകളും ഇവിടെ ഈ ഒരു ചന്തയിൽ എത്താറുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ അവിടെ നിന്ന് താലപ്പൊലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് താലപ്പൊലിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇവിടെ കണ്ണാടിക്കൽ ടൗണിൽ കാർണിവൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അവിടേക്ക് പോകാം. ഈ വർഷത്തെ താലപ്പൊലിയും അതിഗംഭീരം തന്നെ ആയിരുന്നു. വിവിധ പരിപാടികളോടുകൂടി തന്നെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ദിവസം മാത്രമല്ല പല ദിവസങ്ങളിലും ഇവിടെ വരവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് ലിസ്റ്റും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ്.
എന്തായാലും ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ആ ഒരു ചന്തയുടെ മനോഹര കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ ഇനി കണ്ണാടിക്കൽ ടൗണിലേക്ക് പോകാം. അവിടെയാണ് നമ്മുടെ കാർണിവൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണാടിക്കൽ ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫസ്റ്റ് ഗ്രൗണ്ടിലായിട്ട് കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട്. കാർണിവലിൻ്റെ ഒരു ഭാഗം ഈ ഒരു ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് മരണക്കിണർ കാര്യങ്ങൾ കുറച്ച് കച്ചവടം ഒക്കെ ആയിട്ടാണ്. അപ്പോൾ അടുത്തൊരു ഗ്രൗണ്ടിലാണ് നമുക്കിതാ കൂടുതൽ ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് നല്ല തിരക്കാണ് കേട്ടോ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കൂടുതൽ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു തിരക്ക് ഇവിടെയാണ് അനുഭവപ്പെടുന്നത്. ബലൂൺ വിൽപ്പനക്കാരും ജനങ്ങളുടെ തിരക്കും മൊത്തത്തിൽ കളറാണ്. അപ്പോൾ ഇവിടെ ആയിട്ട് കുട്ടികൾക്കായിട്ടുള്ള കുറേ ഐറ്റം ഗെയിമുകളൊക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ കയറി എൻജോയ് ചെയ്യാം. ആകാശത്തോണി കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിലും നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ആയിട്ട് തന്നെ ഒരു പറമ്പുണ്ട് കേട്ടോ. ഈ ഒരു പറമ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ കച്ചവടങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ കടകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ കടക്കാരനെ പോലും കാണാത്ത അത്രയ്ക്കും സാധനങ്ങളാണ് ഓരോ കടകളിലും. അപ്പോൾ ഒരുപാട് കടകൾ ഈ ഒരു പറമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, കത്തി, വീട്ടുപാത്രങ്ങൾ, പച്ചക്കറി വിത്തുകൾ, ബാഗുകൾ, അതുപോലെ ആഭരണങ്ങൾ, ഒട്ടുമിക്ക നമുക്ക് വേണ്ട നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും, അതുപോലെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റം കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് മൊത്തം തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ തകർത്ത് വാരിയുള്ള കച്ചവടങ്ങളാണ് നടക്കുന്നത്. അത്രയ്ക്കും ആളുകളാണ് പല ദേശത്ത് നിന്നും ഈ ഒരു പരിപാടി കാണാനായിട്ട് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ അത്രയ്ക്കും ഒരു സ്പെഷ്യലാണ് ഇവിടുത്തെ ചന്ത, കണ്ണാടിക്കൽ ചന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കുലുക്കി സർബത്തിൻ്റെ ഏരിയ ആണ്. നമ്മുടെ കോഴിക്കോട് എവിടെ ഫെസ്റ്റിവൽ നടക്കുകയാണെങ്കിലും അവിടെ ഒരു സ്പെഷ്യലായിട്ട് തന്നെ നമ്മുടെ കോഴിക്കോടൻ കുലുക്കി സർബത്തിൻ്റെ ഒരു കട ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഇമ ചിമ്മാതെ നോക്കി നിർത്തിക്കൊണ്ട് അവരുടെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ആ ഒരു കുലുക്കി സർബത്ത് അവർ റെഡിയാക്കി കൊടുക്കുന്നത്. അതിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു മനോഹര കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വെള്ളമൊക്കെ കുടിച്ച ശേഷം നമ്മളിനി കുറച്ച് കടകളുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിനി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ നടന്നു പോവുകയാണ്. അപ്പം പോകുമ്പോൾ നമ്മളെ കണ്ണിൽപ്പെടാത്ത ഒരുപാട് കാഴ്ചകൾ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് കാണാം. നല്ല തിരക്കാണ് കേട്ടോ അനുഭവപ്പെടുന്നത്. തിരിച്ച ആളുകൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ ഒരു തിരക്ക് എന്ന് പറഞ്ഞാൽ അസാധ്യ തിരക്ക് തന്നെയാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ അത്രയ്ക്കും തിരക്കാണ്, ശ്വാസം കിട്ടാത്തത്ര. അതായത് മണൽ വാരിയിട്ടാൽ താഴേക്ക് വീഴില്ല എന്ന് പറയുമല്ലോ, അതുപോലത്തെ ഒരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നമ്മൾ തിരിച്ച് ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ഗ്രൗണ്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശിങ്കാരിമേളം തകർത്താടുകയാണ്, ആമ്പിള്ളേരും പെമ്പിള്ളേരൊക്കെ തകർത്താടുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പ്രൊഫൈലിൽ ഇട്ടിട്ടുണ്ട്, അപ്പം കാണാത്തൊരു കയറി കാണാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമേ. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.